ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനായിട്ടുള്ള ലിക്വിഡ് ഹീറ്റിംഗ് കളക്ടേഴ്സും എയർ ഹീറ്റിംഗ് കളക്ടേഴ്സും നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേറ്റിംഗ് കളക്ടറിനെ കുറിച്ചിട്ടാണ്. കോൺസെൻട്രേറ്റിംഗ് കളക്ടർ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളക്ടർ ഏരിയ അബ്സോർബർ ഏരിയനേക്കാളും കൂടിയ സോളാർ റേഡിയേഷൻ കളക്ടേഴ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റിംഗ് കളക്ടർ എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഫോക്കസിംഗ് ടൈപ്പ് ആൻഡ് നോൺ ഫോക്കസിംഗ് ടൈപ്പ്. അതിൽ ആദ്യം നമ്മൾ ഫോക്കസിംഗ് ടൈപ്പ് കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുകയാണ്. ഫോക്കസിംഗ് ടൈപ്പ് കോൺസെൻട്രേറ്റിംഗ് കളക്ടറിൻ്റെ പ്രത്യേകത ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് സോളാർ റേഡിയേഷൻ അബ്സോർബിംഗ് സർഫസ് ഉപയോഗിച്ചുകൊണ്ട് കളക്ട് ചെയ്യാൻ ഇതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ സോളാർ റേഡിയേഷൻ്റെയും അബ്സോർബറിൻ്റെയും ഇടയിൽ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ്, അതൊരു മിററാവാം അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന മറ്റു വല്ല സർഫസും ആവാം, ഇൻട്രൊഡ്യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്തിട്ടാണ് കോൺസെൻട്രേറ്റിംഗ് കളക്ടറിലെ ഫോക്കസിംഗ് ടൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി നമ്മൾ നിർമ്മിക്കുന്നത്. ഫോക്കസിംഗ് കളക്ടറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ലൈൻ ഫോക്കസിംഗ് കളക്ടർ, പോയിൻ്റ് ഫോക്കസിംഗ് കളക്ടർ. അതിൽ ലൈൻ ഫോക്കസിംഗ് കളക്ടേഴ്സിനെ നമുക്ക് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 5 ടൈപ്സ് ഓഫ് ലൈൻ ഫോക്കസിംഗ് കളക്ടേഴ്സ് ഉണ്ട്. പാരാബോളിക് ട്രഫ് കളക്ടർ, മിറർ സ്ട്രിപ്പ് കളക്ടർ, ഫ്രെനൽ ലെൻസ് കളക്ടർ, ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ വിത്ത് അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, കോമ്പൗണ്ട് പാരാബോളിക് കോൺസെൻട്രേറ്റർ. ഇതിൽ ഓരോന്നും ജസ്റ്റ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യണം. അതിനു മുൻപായിട്ട് ലൈൻ ഫോക്കസിംഗ് കളക്ടറിൽ ലൈൻ എന്ന് വിളിക്കുന്നത് ഒരു കളക്ടർ പൈപ്പാണ്. ഇതിനകത്ത് സോളാർ റേഡിയേഷനെ കളക്ട് ചെയ്യുന്നത് ഒരു ട്യൂബ് അല്ലെങ്കിൽ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. ആ പൈപ്പിനെയാണ് നമ്മൾ ലൈൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ 5 ലൈൻ ഫോക്കസിംഗ് കളക്ടേഴ്സിനെയും ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് പാരാബോളിക് ട്രഫ് കളക്ടർ. പാരാബോളിക് ട്രഫ് കളക്ടർ സാധാരണയായിട്ട് സോളാർ പവർ പ്ലാന്റ്സിലാണ് ഉപയോഗിക്കാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സോളാർ പവർ പ്ലാന്റ്സ്, സൗര വൈദ്യുത നിലയങ്ങളിലാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ നമ്മൾ ഒരു ട്രഫ് ഷേപ്പ്ഡ് പാരാബോളിക് റിഫ്ലക്ടർ ഉപയോഗിക്കുന്നു. അതായത് പാരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷേപ്പ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആ പാരാബോളയുടെ ഷേപ്പുള്ള ഒരു ട്രഫ് ഷേപ്പ് ഉള്ള ഒരു ഗർത്തത്തിൻ്റെ ഒരു ആകൃതിയുള്ള പാരാബോളയുടെ ഒരു ആകൃതിയുള്ള ഒരു റിഫ്ലക്ടർ, പ്രകാശത്തിനെ അല്ലെങ്കിൽ സോളാർ എനർജീനെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു റിഫ്ലക്ടർ ഉപയോഗിച്ചിട്ട് സൺലൈറ്റിനെ നമ്മൾ ഒരു ഹീറ്റ് പൈപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ആ ഹീറ്റ് പൈപ്പ് വെച്ചിട്ടുണ്ടാവുക ഈ പാരാബോളിക് റിഫ്ലക്ടറിൻ്റെ ഫോക്കൽ പോയിന്റിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജീനെ ഫോക്കസ് ചെയ്തിട്ട് അതെല്ലാം ഒരു പോയിന്റിൽ വന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ. എക്സാക്ട്ലി ആ പോയിന്റിലായിരിക്കും നമ്മൾ ഈ ഒരു പൈപ്പിനെ വെച്ചിട്ടുണ്ടാവുക. ആ പൈപ്പിൽ നമ്മൾ ഒരു കൂളൻ്റ് എടുത്തിട്ടുണ്ടാവും. ആ കൂളൻ്റാണ് ഒരു ലിക്വിഡ് ആയിരിക്കും അത്. ആ കൂളൻ്റ് ഈ ഹീറ്റിനെ, സോളാർ എനർജിയിൽ നിന്നുള്ള ഈ ഹീറ്റിനെ കളക്ടറിൽ നിന്ന് പവർ സ്റ്റേഷൻ്റെ ബോയിലർ ഉണ്ടല്ലോ, ബോയിലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ബോയിലറിൽ വാട്ടറൊക്കെ എടുത്തിട്ട് ആ ബോയിലറിലെ വാട്ടർ ബോയിൽ ചെയ്തിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റീം ഉപയോഗിച്ചുകൊണ്ടാണ് സോളാർ പവർ പ്ലാന്റിലെ പവർ ജനറേറ്ററിനെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും ഈ രീതിയിൽ പാരാബോളിക് റിഫ്ലക്ടർ ഉപയോഗിച്ചുകൊണ്ട് സൺലൈറ്റിനെ ഹീറ്റ് പൈപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ആ ഹീറ്റ് പൈപ്പിലെ കൂളൻ്റ് വഴി ഹീറ്റിനെ കളക്ടറിൽ നിന്ന് ബോയിലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പാരാബോളിക് ട്രഫ് കളക്ടറിൽ നടക്കുന്നത്. അതിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നു. പാരാബോളിക് റിഫ്ലക്ടറിൽ വന്നിട്ട് സൺറൈസ് തട്ടുന്നതും ഫോക്കസ് ചെയ്യപ്പെടുന്നതും അതിൽ കാണാം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിറർ സ്ട്രിപ്പ് റിഫ്ലക്ടറാണ്. ഒരു മിറർ സ്ട്രിപ്പ് റിഫ്ലക്ടറിൽ എ നമ്പർ ഓഫ് പ്ലെയിൻ ഓർ സ്ലൈറ്റ്ലി കർവ്ഡ് മിറർ സ്ട്രിപ്സ് നമ്മളൊരു ഫ്ലാറ്റ് ബേസിൽ മൗണ്ട് ചെയ്ത് വെക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ബേസ് ഉണ്ട്. ആ ഫ്ലാറ്റ് ബേസ് മുമ്പിൽ നമ്മൾ പ്ലെയിൻ മിറേഴ്സ്
അല്ലെങ്കിൽ കെർവ്ഡ് കോൺകേവ് മിറേഴ്സാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെയുള്ള കോൺകേവ് മിറേഴ്സ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് മൗണ്ട് ചെയ്തിട്ട് വെക്കുക. പക്ഷേ ഈ മിറേഴ്സ് ഈ ബേസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഉണ്ടല്ലോ, ഇൻഡിവിജ്വൽ മിറേഴ്സ് ഈ ബേസിൽ ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഓഫ് മൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇവ സോളാർ റേഡിയേഷനെ ഒരു സെയിം ഫോക്കൽ ലൈനിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, ആംഗിൾസ് ഓഫ് ദ ഇൻഡിവിജ്വൽ മിറേഴ്സ് ആർ സച്ച് ദാറ്റ് ദേ റിഫ്ലക്റ്റ് സോളാർ റേഡിയേഷൻ ഫ്രം എ സ്പെസിഫിക് ഡയറക്ഷൻ ടു ദ സെയിം ഫോക്കൽ ലൈൻ. അതായത് എല്ലാ മിറർ സ്ട്രിപ്സും ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്യേണ്ടത് ഒരേ ഫോക്കൽ ലൈനിൽ, ഒരേ ലൈനിൽ ഫോക്കസ് ചെയ്യണം റിഫ്ലക്റ്റ് ചെയ്തിട്ട്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ആംഗിൾ ഓഫ് ദ ഇൻഡിവിജ്വൽ മിറേഴ്സ് സെറ്റ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഫ്രെനൽ ലെൻസ് കളക്ടറാണ്. ഫ്രെനൽ ലെൻസ് കളക്ടറിൽ ഫ്രെനൽ ലെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് സോളാർ റേഡിയേഷനെ അബ്സോർബറിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഫ്രെനൽ ലെൻസിനെ സണ്ണുമായിട്ട് 2 ഡയറക്ഷൻസിൽ അലൈൻ ചെയ്യാം. ഫ്രെനൽ ലെൻസിൻ്റെ ലെങ്ത്തിന് എലോങ് ആയിട്ടും അതിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടും സണ്ണിനെ അലൈൻ ചെയ്യാം. സണ്ണുമായിട്ട് ഈ ലെൻസിനെ അലൈൻ ചെയ്യാം. അങ്ങനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രെനൽ ലെൻസിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലുള്ള ട്രഫ് ഓറിയൻറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഫ്രെനൽ ലെൻസിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലുള്ള ട്രഫ്സ് ഓറിയൻറ്റ് ചെയ്തിട്ട് സണ്ണുമായിട്ട് എലോങ് ഇറ്റ്സ് ലെങ്ത്ത് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്ത് ഫ്രെനൽ ലെൻസിനെ നമുക്ക് അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. എന്തായാലും അപ്പോൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിലുള്ള ഈ ഒരു ട്രഫ്സ് കൊണ്ട് ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിനകത്തുള്ള വേറൊരു ട്രഫാണ് റൗണ്ടഡ് ട്രയാങ്കുലാർ ട്രഫ്. ഈ റൗണ്ടഡ് ട്രയാങ്കുലാർ ട്രഫ് ജസ്റ്റ് സോളാർ എനർജിയുടെ ഒരു കണ്ടെയ്നറായിട്ട് ആക്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. സോളാർ എനർജിയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ അതിന് പ്രത്യേകിച്ചിട്ട് റോളൊന്നുമില്ല. അപ്പോൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിലുള്ള ട്രഫ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഫോക്കസിങ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ സോളാർ എനർജി നടക്കുന്നത്. ഇവിടെ സോളാർ റേഡിയേഷന് അബ്സോർബറിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നത് ഫ്രം ദ ടോപ്പാണ്. ഫ്രം ദ ടോപ്പ് ഓഫ് ദിസ് കളക്ടറാണ് സോളാർ റേഡിയേഷൻ അബ്സോർബറിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അതുകൂടി മനസ്സിലാക്കുക. അടുത്തതായിട്ട് കോമ്പൗണ്ട് പാരാബോളിക് കോൺസെൻട്രേറ്റേഴ്സാണ്. കോമ്പൗണ്ട് പാരാബോളിക് കോൺസെൻട്രേറ്റേഴ്സിനെ ഷോർട്ടായിട്ട് CPC എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത അഭിമുഖമായിട്ടിരിക്കുന്ന 2 പാരാബോളിക് മിറേഴ്സ് ചേർന്നിട്ട് ഒരു ട്രഫ് ലൈക്ക് അറേഞ്ച്മെൻറ്റ് ഫോം ചെയ്യുകയാണ്. അതായത് ഒരു ഗർത്തം പോലെ 2 പരാബോളകൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ട്രഫ്, ഒരു ഗർത്തം പോലെ ബിഹേവ് ചെയ്യുമല്ലോ, ഒരു ഗർത്തം നമുക്ക് ലഭിക്കുമല്ലോ. അപ്പോൾ അതേപോലെയാണ് 2 പാരാബോളിക് മിറേഴ്സ് ചേർന്നിട്ടുള്ള ഒരു ട്രഫ് ലൈക്ക് അറേഞ്ച്മെൻറ്റാണ് കോമ്പൗണ്ട് പാരാബോളിക് കോൺസെൻട്രേറ്റേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഈ ട്രഫിൻ്റെ അടിയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഹിയർ റേഡിയേഷൻ ഈസ് റിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദ ബോട്ടം ഓഫ് ദ ട്രഫ്. ഈ ട്രഫിൻ്റെ ബോട്ടം ഭാഗത്തിലേക്കാണ് ഈ റേഡിയേഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ CPCയുടെ അല്ലെങ്കിൽ കോമ്പൗണ്ട് പാരാബോളിക് കോൺസെൻട്രേറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇറ്റ് പ്രൊവൈഡ്സ് ഗുഡ് കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. മോഡറേറ്റ്ലി ഗുഡ് കോൺസെൻട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് സൺ റേഡിയേഷനെ നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അബ്സോർബറിലേക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഈവൺ സൺ ട്രാക്കിങ്ങിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പോലും ഇതിലില്ലെങ്കിലും നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ സണ്ണിൻ്റെ നേരെ അഭിമുഖമായിട്ടിരിക്കാനുള്ള ഒരു ട്രാക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും ഇതിനകത്തില്ല. എന്നിരുന്നാൽ പോലും നല്ല ഗുഡ് കോൺസെൻട്രേഷൻ നമുക്കിവിടെ കിട്ടുന്നു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പാരാബോളിക് ട്രഫ് കളക്ടർ, മിറർ സ്ട്രിപ്പ് റിഫ്ലക്ടർ, ഫ്രെനൽ ലെൻസ് കളക്ടർ, കോമ്പൗണ്ട് പാരാബോളിക് കോൺസെൻട്രേറ്റർ, ഇവ 4 ലൈൻ ഫോക്കസിങ് കളക്ടേഴ്സ് ആയിരുന്നു.
ഇനി നമ്മൾ പോയിൻ്റ് ഫോക്കസിങ് കളക്ടർ ഡിസ്കസ് ചെയ്യുകയാണ്. പോയിൻ്റ് ഫോക്കസിങ് കളക്ടറിനെ നമ്മൾ പാരാബോളോയിഡൽ ടൈപ്പ് കളക്ടർ എന്നും പറയാറുണ്ട്. അപ്പോൾ പാരാബോളോയിഡൽ ടൈപ്പ് അല്ലെങ്കിൽ പോയിൻ്റ് ഫോക്കസിങ് കളക്ടറിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം എന്നുള്ളത് ഒരു പാരാബോളോയിഡൽ ഡിഷാണ്. ആ പാരാബോളോയിഡൽ ഡിഷ് കളക്ടർ സോളാർ റേഡിയേഷനെ ഒരു ഫോക്കസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ആ ഫോക്കസ് നമ്മുടെ പാരാബോളോയിഡൽ ഡിഷിൻ്റെ സെൻട്രൽ വോള്യത്തിലായിരിക്കും. അതിൻ്റെ ഏകദേശം സെൻട്രലിലായിരിക്കും ആ ഫോക്കസ് ഉണ്ടാവുക. എന്തായാലും ആ ഫോക്കസിലാണ് അബ്സോർബർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അബ്സോർബറായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് സിർക്കോണിയം കോപ്പർ അലോയ് ആണ്. സിർക്കോണിയം കോപ്പർ അലോയ് ആണ് ഇവിടെ നമ്മൾ പോയിൻ്റ് ഫോക്കസിങ് കളക്ടറിൽ അബ്സോർബറായിട്ട് ഉപയോഗിക്കാറുള്ളത്. അതിനെ നമ്മൾ ഒരു ബ്ലാക്ക് ക്രോം കോട്ട് ചെയ്തിട്ടുണ്ടാവും. ബ്ലാക്ക് ക്രോം ഉപയോഗിച്ചുകൊണ്ട് അതിനെ കോട്ടിങ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ അബ്സോർബർ ക്യാവിറ്റിയുമായിട്ട് ഒരു പൈപ്പ് ബോണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പൈപ്പിനകത്ത് ഒരു ഹീറ്റ് ട്രാൻസ്പോർട്ട് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. ആ ഹീറ്റ് ട്രാൻസ്പോർട്ട് ഫ്ലൂയിഡ് ഈ പൈപ്പിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അബ്സോർബർ ക്യാവിറ്റിയുമായിട്ട് ബോണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഡിഷിനെ പാരാബോളോയിഡൽ ഡിഷിനെ നമുക്കതിൻ്റെ രണ്ട് ആക്സിസിന് എബൌട്ടായിട്ടും ടേൺ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ടേൺ ചെയ്തിട്ടാണ് നമ്മൾ സണ്ണിനെ ട്രാക്ക് ചെയ്യുന്നത്. സണ്ണിനെ എപ്പോഴും നമ്മൾ ഈ പാരാബോളയ്ക്ക് ഫേസ് ചെയ്തിട്ട് നിർത്തുന്നത് നമ്മൾ ഈ രീതിയിൽ ഈ രണ്ട് ആക്സിസുകൾ ടേൺ ചെയ്തിട്ടാണ്. എന്തായാലും ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് സോളാർ റേഡിയേഷനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പോയിൻ്റ് ഫോക്കസിങ് കളക്ടറിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഹൈ ടെമ്പറേച്ചേഴ്സ് റിക്വയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ സാധാരണ നമ്മൾ പോയിൻ്റ് ഫോക്കസിങ് കളക്ടറാണ് ഉപയോഗിക്കുന്നത്. പോയിൻ്റ് ഫോക്കസിങ് കളക്ടറിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നു. നമ്മുടെ ഡിഷ് ആൻറ്റിനയ്ക്കൊക്കെ സിമിലർ ആയിട്ടുള്ളൊരു ഫിഗറാണ്. അബ്സോർബറും പാരാബോളോയിഡൽ ഡിഷൊക്കെ നിങ്ങൾക്കതിൽ കാണാം. അടുത്തതായിട്ട് നോൺ ഫോക്കസിങ് ടൈപ്പ് കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് കോൺസെൻട്രേറ്റിംഗ് നോൺ ഫോക്കസിങ് ടൈപ്പ് കളക്ടർ മിറർ ബൂസ്റ്റഡ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറാണ്. മിറർ ബൂസ്റ്റഡ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറാണ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് നോൺ ഫോക്കസിങ് ടൈപ്പ് കോൺസെൻട്രേറ്റിംഗ് കളക്ടർ. അതിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഭാഗം ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് സൗത്ത് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. അതിൻ്റെ നോർത്ത് സൗത്ത് എഡ്ജസിൽ നമ്മൾ മിറേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നോർത്ത് സൗത്ത് എഡ്ജസിൽ മിറേഴ്സ് അറ്റാച്ച് ചെയ്തിട്ട് സൗത്ത് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്ലാറ്റ് പ്ലേറ്റാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഈ മിറേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഒരു പ്രോപ്പർ ആംഗിളിലാണ്. ആ പ്രോപ്പർ ആംഗിൾ എങ്ങനെയാവണം? അബ്സോർബർ പ്ലേറ്റിലേക്ക് സോളാർ റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരു പ്രോപ്പർ ആംഗിളിലായിരിക്കണം ഈ മിറേഴ്സിനെ നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവേണ്ടത്. എന്തായാലും ഇത്തരത്തിൽ അബ്സോർബറിലേക്ക് റേഡിയേഷനെ നോർമലി ഫാൾ ചെയ്യിപ്പിക്കാൻ ഈ മിറേഴ്സിനെ കൊണ്ട് സാധിക്കും. എന്തായാലും മിറേഴ്സ് നല്ല എഫക്റ്റീവായാൽ ഈ ആംഗിളും കൃത്യം നല്ല എഫക്റ്റീവായാൽ നമുക്ക് നല്ല സോളാർ എനർജി കളക്ഷൻ ഇതിനകത്ത് നടക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ ആംഗിള് സണ്ണിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ചിട്ട്, സണ്ണിൻ്റെ ആ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ആംഗിളും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കും. ഈ ആംഗിൾ നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്, നോക്കുക.
ഓക്കെ, അടുത്തതായിട്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ്. എന്തൊക്കെയാണ് കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സിന് ഉള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്ന് നോക്കാം. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, നമ്മൾ സ്ട്രക്ചറലി ഇറ്റ് ഈസ് സിംപ്ലർ എന്നുള്ളതാണ്. സ്ട്രക്ചറലി സിംപ്ലർ ദാൻ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ്. അതാണ് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്, കോസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഈസ് ലെസ്. ഒരു യൂണിറ്റ് ഏരിയ ഉണ്ടാക്കാൻ ഉള്ള ചെലവ് കുറവാണ് എന്നുള്ളതാണ്. ഒരു യൂണിറ്റ് ഏരിയ കോൺസെൻട്രേറ്റിംഗ് കളക്ടർ ഉണ്ടാക്കാനുള്ള ചെലവ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ ഉണ്ടാക്കാനുള്ളതിനേക്കാൾ കുറവാണ് എന്നുള്ളതാണ്. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ദ വർക്കിംഗ് ഫ്ലൂയിഡ് അറ്റൈൻസ് ഹയർ ടെമ്പറേച്ചേഴ്സ്. കോൺസെൻട്രേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്കിംഗ് ഫ്ലൂയിഡിന് ഹയർ ടെമ്പറേച്ചേഴ്സ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ ഫ്ലൂയിഡിന് സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊരു അഡ്വാൻറ്റേജ്, ഇതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് അത് കുറച്ചൊക്കെ ഹൈ ആണ്. ആ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് നമുക്ക് എനർജി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ലാഭിച്ചുകൊണ്ട് നമുക്കത് റീഗെയിൻ ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? മുടക്കുമുതൽ എനർജി സേവിങ്ങിലൂടെ ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമുക്ക് റീഗെയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ദ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ഓഫ് ദ സിസ്റ്റം ക്യാൻ ബി റീഗെയിൻഡ് ബൈ സേവിങ് ഇൻ എനർജി ഇൻ എ ഷോർട്ടർ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്, കോൺസെൻട്രേറ്റിംഗ് കളക്ടറിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്ക്. ഒന്ന്, ഹൈ ഇനീഷ്യൽ കോസ്റ്റ്. ഇതിൻ്റെ ഒരു മുടക്കുമുതൽ വളരെ കൂടുതലാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ഡിവൈസാണ്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ്, മെയിൻ്റനൻസിന് ചില അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് മെയിൻ്റനൻസ്, അതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിനെ ഡർട്ടിൽ നിന്നും വെതറിൽ നിന്നും ഓക്സിഡേഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചില അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ആവശ്യമായിട്ട് വരും. മറ്റൊന്ന്, സണ്ണിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ഓറിയൻറ്റിംഗ് സിസ്റ്റംസ് കുറച്ച് കോസ്റ്റ്ലിയാണ്. കോസ്റ്റ്ലി ഓറിയൻറ്റിംഗ് സിസ്റ്റം ഹാവ് ടു ബി യൂസ്ഡ് ടു ട്രാക്ക് ദ സൺ. അപ്പോൾ ഇത്രയുമാണ് കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സിനുള്ള ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്തു.